അപ്പോൾ ഇന്ന് കിഡ്സൊക്കെ ഇഷ്ടപ്പെട്ട ഒരു സൂപ്പർ സൈഡ് ഡിഷാണ് പനീറും പിന്നെ ഗ്രീൻ പീസും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ റെസിപ്പീന് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഭയങ്കര കുറവാണ്. അപ്പോൾ നമുക്ക് ഒരു കടായി എടുക്കാം, 1 സ്പൂൺ എണ്ണ ഒഴിക്കാം. ഇതിൽ നമ്മൾ കടുക് വറുക്കണില്ല, നമ്മൾ ഡയറക്റ്റ് സവാള ആഡ് ചെയ്യുന്നു. സവാള പിന്നെ പച്ചമുളക് കറിവേപ്പില ആഡ് ചെയ്യാം. നമുക്കതൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് 1 കപ്പ് ഗ്രീൻ പീസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫ്രഷ് ഗ്രീൻ പീസാണ്. നമുക്ക് പെട്ടെന്ന് ഇത് വെന്ത് കിട്ടും. നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടെന്ന് വിചാരിച്ചെങ്കിൽ നമുക്ക് കുക്കറിൽ ഒരു പ്രഷർ കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ലവണ്ണം നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഗ്രീൻ പീസ് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. അതോടെ തന്നെ നമുക്ക് ഇച്ചിരി അതിന് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് പെട്ടെന്നായി കിട്ടും. പിന്നെ പിള്ളേർക്ക് ഒരുപാട് ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. നമ്മൾ അടപ്പ് വെച്ച് അടച്ച് നമ്മൾ വേവിക്കുമ്പോൾ പെട്ടെന്ന് വെന്തോളും. നമുക്ക് ഇടയ്ക്ക് 2-3 പ്രാവശ്യം നമ്മൾ ഒന്ന് മിക്സാക്കി കൊടുത്താൽ മതി. ഞാനിതിൽ വറ്റൽ മുളകോ ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ചേർത്തോ. അതിന് പകരം ഞാൻ ഇവിടെ കുരുമുളക് പൊടിയും പിന്നെ ജീരകത്തിൻ്റെ പൊടിയുമാണ് ചേർത്ത് കൊടുക്കണേ. രണ്ടും ചേർത്ത് നമ്മൾ 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരുപാട് മിക്സാക്കി പോയാൽ പിന്നെ അത് ഹാർഡായി പോകും. അതുകൊണ്ട് നമുക്ക് 1 മിനിറ്റ് മിക്സാക്കി കൊടുത്തിട്ട് അങ്ങനെ വെച്ചാൽ മതി. ഇപ്പോൾ പനീറും പിന്നെ ഗ്രീൻ പീസും പൊരിയൽ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ടാഡാൻ, കിഡ്സ് സ്പെഷ്യൽ പനീർ ആൻഡ് ഗ്രീൻ പീസ് പൊരിയൽ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ പൊരിയലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.